പുനലൂർ നഗരസഭയിലെ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി സർക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്കാണ് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. പുനലൂർ നഗരസഭയിൽ 2023 കാലയളവിലെ കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സ് രേഖപ്പെടുത്താതെ പിന്നീട് തീരുമാനങ്ങൾ എഴുതിച്ചേർത്ത് ക്രമക്കേട് നടത്തിയതായി ചൂണ്ടിക്കാട്ടി UDF പാർലമെന്ററി പാർട്ടി ലീഡർ G ജയപ്രകാശ് വിവിധ വകുപ്പുകളുടെ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. ആഭ്യന്തര വിജിലൻസ് വിഭാഗവും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയും തദ്ദേശ സ്വയംഭരണ വകുപ്പും നടത്തിയ അന്വേഷണങ്ങളിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായി തെളിയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വീഴ്ച വരുത്തിയ ജീവനക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് സർക്കാർ രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറി, മുൻ സെക്രട്ടറി എന്നിവർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെതിരെയാണ് അച്ചടക്ക നടപടിക്ക് നിർദ്ദേശം. അതേസമയം സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ളവരെ ഒഴിവാക്കി ഉദ്യോഗസ്ഥരെ മാത്രം ശിക്ഷിക്കുന്നത് കുത്തുകേസിന് കത്തിയെ ശിക്ഷിക്കുന്നത് പോലെയെന്ന് G ജയപ്രകാശ് പറഞ്ഞു. തെറ്റായ കാര്യങ്ങൾ കൗൺസിൽ യോഗങ്ങളിൽ മിനിറ്റ്സായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ആ തട്ടിപ്പ് നടത്തിയിട്ടുള്ള തുക തിരികെ അടയ്ക്കണമെന്നൊക്കെ കോടതികളും ഓംബുഡ്സ്മാനും ഒക്കെ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ജീവനക്കാരുടെ പേരിൽ അന്നത്തെ നഗരസഭാ സെക്രട്ടറി ആയിരുന്ന ആളുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നു എന്ന് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടർ രേഖാമൂലം അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഭരണ നേതൃത്വത്തിന്റെ പേരിൽ കൂടി ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പരാതികളിൽ നിയമപോരാട്ടം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് കേസെടുത്ത കോഴിക്കോട്